ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ ചമ്മന്തിയാണ്. നല്ല ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുത്താൽ മതിയാവും, വലുതാണെങ്കിൽ കേട്ടോ. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മളെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ അത്രയും കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായിട്ട് വരണം. അപ്പോൾ ഇത് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് ഇത് കുറച്ചിങ്ങനെ വീർത്ത് വരുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഈ തേങ്ങയുടെ കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് നമുക്കിതെല്ലാം കൂടി മിക്സിയിലെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് സവാളയാണ്. നിങ്ങൾക്ക് കുഞ്ഞുള്ളിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് സൂപ്പറായിരിക്കും, ഇതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിനെക്കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ. ഇനി നമുക്കിത് വേഗം തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഇതിലേക്ക് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിടട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങ, മുളക്, ഉള്ളി എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്യണം. അത് പ്രത്യേകം ഓർമ്മിക്കണം. ഒട്ടും വെള്ളം ചേർക്കാനൊന്നും പാടില്ല, വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പൾസ് മോഡിലിട്ടിട്ട് കുറച്ച് ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇത് ചമ്മന്തി ചെയ്തെടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റിയിട്ട് വേറെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഈ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ വെളുത്തുള്ളിയും ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിന് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അമ്മിക്കല്ലുള്ള ആൾക്കാർക്ക് അമ്മിയിൽ ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഞാൻ ഇവിടെ അമ്മി ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നന്നായി അരച്ചെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനാബിൾ ചെയ്ത് അതിലോളെന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.